ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് തക്കാളി വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി നോക്കാം. അതിന് വേണ്ടി ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, ഒരു 12 തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. അതിന് ശേഷം നമ്മൾ ഗ്യാസ് കത്തിക്കുക. ഗ്യാസ് കത്തിച്ചതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാനിവിടെ 2 സ്പൂൺ കടുകാണ് ഇടുന്നത്. കടുക് 2 സ്പൂൺ ഇടുക. ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് ആവശ്യമായ കറിവേപ്പില, ഞാൻ ഒരു 4 ഇതൾ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. പൊട്ടി വന്നതിന് ശേഷം ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും കടുകും നന്നായിട്ട് പൊട്ടി വന്നു. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴണ്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മളിത് തക്കാളി ആഡ് ചെയ്യുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 12 തക്കാളിയാണ്. 12 തക്കാളി നന്നായിട്ട് അതിനകത്തേക്കിട്ട് നന്നായിട്ട് ആ തക്കാളിയും സവോളയും നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴണ്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം നമ്മൾ മൂടി വെച്ച് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇത് തിളച്ച് നല്ല ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം, അതായത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ എല്ലാ ഭാഗത്തും പറ്റുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ തക്കാളിയിലെ വെള്ളം എല്ലാം ഇറങ്ങുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് മൂടി വെക്കുക. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റത്തോളം നമ്മൾ മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൂരിക്ക് വേണമെങ്കിൽ പൂരിക്കും ചപ്പാത്തിക്കോ ചോറിനോ എന്തിന് വേണേലും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. തയ്യാറാക്കി നോക്കൂ. താങ്ക് യു.